ഹോർമൂസ് കടലിടുക്ക് നിശ്ചലമെന്ന് അമേരിക്ക. ഉപരോധം തുടങ്ങിയ ശേഷം ഒരു കപ്പൽ പോലും കടന്നു പോയിട്ടില്ലെന്നാണ് അവകാശവാദം. 100-ലേറെ വിമാനങ്ങളും 12-ലേറെ കപ്പലുകളും അടങ്ങുന്ന വൻ സന്നാഹമാണ് ഹോർമൂസിൽ വിന്യസിച്ചിരിക്കുന്നത്. 10,000 സൈനികരും ഹോർമൂസിലുണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം 3 കപ്പലുകൾ ഹോർമൂസ് കടന്നുപോയതായാണ് ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ ഹംസ, ആശങ്കയേറുകയാണ്. 10,000-ഓളം സൈനികരെ വിന്യസിച്ച് സെൻട്രൽ കമാൻഡ് വലിയ രീതിയിൽ സേനാവിന്യാസം തീർത്തിരിക്കുന്നു. ഇറാനാണെങ്കിൽ അയയുന്ന മട്ടില്ല, വിട്ടുകൊടുക്കില്ല എന്നാണ് IRGS പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും ഒരു സംഘർഷാവസ്ഥയുണ്ടോ ഇപ്പോൾ? ഡോക്ടർ അരുൺകുമാർ, ഹോർമൂസ് കടലിടുക്കിനെ മുൻനിർത്തിയുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിലപേശൽ അത് വലിയ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. വലിയ യുദ്ധസന്നാഹമാണ്, സൈനിക സന്നാഹമാണ് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ വിന്യസിച്ചത് എന്നാണ് അവരുടെ സെൻട്രൽ കമാൻഡ് തന്നെ വ്യക്തമാക്കുന്നത്. 10,000 സൈനികർ ഹോർമൂസ് കടലിടുക്കിലുണ്ട്. അതോടൊപ്പം തന്നെ 100-ലേറെ ഫൈറ്റർ ജെറ്റുകളടക്കം 100-ലേറെ വിമാനങ്ങൾ, 12 യുദ്ധക്കപ്പലുകൾ, പടക്കപ്പലുകളടക്കം ഈ മേഖലയിൽ വിന്യസിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു കപ്പൽ പോലും കടത്തിവിടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ 3 കപ്പലുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇറാനിയൻ തീരത്തേക്കല്ല ഈ കപ്പലുകൾ ചെന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന് UAE-യിലേക്കാണ്. പക്ഷെ മറ്റ് 2 കപ്പലുകൾ നേരത്തെ തന്നെ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിയതിൻ്റെ പേരിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇറാൻ തീരത്തേക്ക് പോകുന്ന കപ്പലുകളെ ഒന്നും കടത്തിവിടില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അതുകൊണ്ടായിരിക്കണം ഈ കപ്പലുകളെ കടന്നു പോകാൻ അനുവദിച്ചത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. പക്ഷേ ഇറാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളെ തളർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. വർഷങ്ങളായി ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യമാണ്. സമുദ്രാതിർത്തി പോലെ തന്നെ ഞങ്ങൾക്ക് കരമാർഗമുള്ള അതിർത്തികളുമുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അതുവഴി നിറവേറ്റുമെന്നുള്ളതാണ് ഇറാന്റെ വാദം. ഇരുപക്ഷവും അയയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ലബനൻ ആയിരുന്നല്ല ഈ പ്രശ്നത്തിൽ ഏറ്റവും കിറാമുട്ടിയായി നിൽക്കുന്നത് ഇരുപക്ഷത്തിനുമിടയിൽ വെടിനിർത്തലിൽ. അവിടെ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. US-ന്റെ മധ്യസ്ഥതയിൽ അവിടെ ഇസ്രായേലും ലബനനും തമ്മിൽ ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. ഹിസ്ബുള്ളയാണ് പ്രധാന പ്രശ്നമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ അവിടെ ഒരു യോജിപ്പിലെത്തിയാൽ, അനുരഞ്ജനത്തിലെത്തിയാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നു വരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷേ ചർച്ചയുടെ കേന്ദ്രം ഇസ്ലാമാബാദിൽ നിന്ന് തുർക്കി തലസ്ഥാനമായ ഇസ്താംബുളിലേക്ക് മാറ്റും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ വീണ്ടും ഒരു നേർക്കുനേരുള്ള ചർച്ചകൾ നടന്നേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ഡോക്ടർ അരുൺകുമാർ, താങ്ക് യു. ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്.